ഹലോ നമസ്കാരം, ഞാൻ പ്രിയങ്കയാണ്. അപ്പോൾ ഞങ്ങൾ ഇന്ന് നിൽക്കുന്നത് കാണിത്തടം ചെക്ക് പോസ്റ്റിന് അരികിലായിട്ടുള്ള ഒരു ടിക്കറ്റ് കൗണ്ടറിലാണ്. ആ ടിക്കറ്റ് എടുത്ത ശേഷം ബാക്കി ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞുതരാവേ. അപ്പോൾ ഞങ്ങൾ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. വണ്ടിയിൽ യാത്ര ചെയ്യാണ്. ഇവിടെ നിന്ന് ഒരു 800 മീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. അവിടെ നിന്നും കാൽനടയായിട്ട് 2 കിലോമീറ്ററും 200 മീറ്റർ നടക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അനുവദിച്ച് തന്നിട്ടുള്ള ഒരു ഗൈഡുണ്ട്. അപ്പോൾ ആ ചേട്ടൻ നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു റോഡ് കണ്ടു, ഒരു പാലം. അവിടെ വന്ന് ജസ്റ്റ് നോക്കിയതാണ്. പക്ഷേ സൂപ്പറായിട്ടൊരു സ്ഥലമാണ് കേട്ടോ. ഈ ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ വേണമെങ്കിൽ ഇവിടെ വന്ന് ഫോട്ടോഷൂട്ട് എടുക്കാം. പിന്നെ വേറൊരു കാര്യം, ഇവിടെ ടിക്കറ്റ് എന്ന് പറയുന്നത് 1500 രൂപയാണ്. അത് ഒരാൾ വന്നാലും ശരി, 2 പേര് വന്നാലും ശരി. 10 പേര് വരുന്ന ഒരു ഗ്രൂപ്പായിട്ട് വരുവാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ ഇവിടുന്ന് നടക്കണം, ടാസ്ക്കാണ്. എന്നാലും എൻജോയ് ചെയ്ത് നടക്കാം. മനോഹരമായ കാഴ്ചകൾ കണ്ട് നടക്കാം. അപ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നില്ല. പിന്നെ ഞാൻ പറയാൻ വിട്ടുപോയൊരു കാര്യമുണ്ട്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടറിൽ വന്നിട്ട് ID പ്രൂഫ്, ഒരാളുടെ ID പ്രൂഫ് കാണിക്കണം. പിന്നെ അഡ്രസ്സ്, ഫോൺ നമ്പർ എല്ലാം എഴുതി വാങ്ങും അവർ. പിന്നെ 10 പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 5 പേരുണ്ടെങ്കിൽ, 6 പേരുണ്ടെങ്കിൽ 6 പേരുടെയും പേരും ഫോൺ നമ്പറും ഒക്കെ അവരവിടെ നോട്ട് ചെയ്യും. പിന്നെ ചെക്ക് ചെയ്യും, ടെമ്പറേച്ചർ ചെക്ക് ചെയ്ത ശേഷമാണ് കയറ്റി വിടുക. പിന്നെ ഈ കാനന യാത്ര ആയതുകൊണ്ട് നമ്മുടെ കൂടെ ഒരാളെ, അവിടുത്തെ ഒരു ലോക്കൽസിൽ ഒരാളെ നമ്മളെ കൂടെ പറഞ്ഞിടും, ഗൈഡായിട്ട് പറഞ്ഞിടും. അപ്പോൾ അവരുടെയും കൂടെ കാശ് ഉൾപ്പെടുത്തിക്കൊണ്ടാണ് 1500 രൂപ വരിക കേട്ടോ. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് കൊടുക്കേണ്ടതില്ല, അതിൽ നിന്നും കൂടെ വരുന്നതാണ്. എന്താ പറയുക, അതിമനോഹരമായിട്ടുള്ളൊരു യാത്രയാണ്. നിങ്ങളാരും മിസ് ചെയ്യരുത് കേട്ടോ. നിങ്ങൾ തീർച്ചയായിട്ടും വരണം. ഇത് വാഴ്വാന്തോൾ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഞങ്ങൾ പോകുന്നതാണ്. വാഴ്വാന്തോൾ വാട്ടർഫോൾസ്. ഒരു ഗൈഡിൻ്റെ സാന്നിധ്യം ഇല്ലാതെ നമുക്കിവിടെ വരാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്യജീവികളൊക്കെ ഇറങ്ങുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെയും പരിചയമായിട്ടുള്ള ഒരാളെ നമ്മുടെ കൂടെ പറഞ്ഞേക്കും. അത് ഒരു കണക്കിന് നോക്കിയാൽ നല്ലതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത്ര ഈ പുഴയും കാടും ഇതൊക്കെ കാണുമ്പോൾ തന്നെ എടുത്ത് വെള്ളത്തിലോട്ട് ചാടാനുള്ള ടെൻഡൻസി കൂടുതലായിരിക്കും എല്ലാവർക്കും, ഞാൻ ഉൾപ്പെടെ കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുഡ് മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന ശേഷം, കഴിച്ച ശേഷം ആ പേപ്പറും വേസ്റ്റും ഒന്നും അവിടെ ഇടാതെ അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ നിക്ഷേപിച്ചിട്ട് പോകുന്നതേ ഉള്ളൂ. അവിടെ ഇവിടെ നിന്ന് വലിച്ചു വാരിയിട്ട് ഇതിനെ വൃത്തികേടാക്കണ്ട എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. അപ്പോൾ ടിക്കറ്റ് 1500 രൂപയുടെ ടിക്കറ്റ്. പിന്നെ നമ്മുടെ കൂടെ വരുന്ന പിന്നെ ഫോറസ്റ്റ് ഗാർഡുണ്ട്, പുള്ളിക്കാരനും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ. അതിന് കൊടുത്തോളും, നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല. എന്നെ കൂടെ കാര്യം കൂടെ ചേർത്ത് 1500 രൂപ. പിന്നെ 10 പേരടങ്ങുന്ന ഒരു കുഞ്ഞു ടീമൊക്കെ ആണെങ്കിൽ പിന്നെ നിങ്ങളെല്ലാം കൂടെ ഷെയറിട്ട് നിങ്ങൾ വരുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അതിൽ ഒരാൾ വന്നാലും 1500 രൂപയാണ്, 10 പേര് വന്നാലും 1500 രൂപയാണ്. ഞങ്ങളിപ്പോൾ ഇന്നാളുള്ള 6-7 പേരുണ്ട്. കഷ്ടാണ് നോക്കി. അപ്പോൾ ഈ പാറയുടെ ഇടയിൽ കൂടെയൊക്കെ നമ്മളിങ്ങനെ വലിഞ്ഞെഴിഞ്ഞ് കയറി കാലിൻ്റെ മുട്ട് വഴി എന്താ വളരെ സുന്ദരമായിട്ടുള്ള സൂപ്പർ കാഴ്ചകളാണ്. അപ്പോൾ വരാതിരിക്കാനായിട്ട് മടിയൊന്ന് കാണിക്കരുത്, മിസ്സാവും. ശരിയാണോ? നമ്മുടെ മോത്തിമ്മ പറയുന്നത്, ഞങ്ങൾ വീട്ടിൽ വിളിക്കുന്ന മോത്തിന്നാണ്, അതുകൊണ്ട് മോത്തിമ്മ പറഞ്ഞത്, അമൽരാജ് പുള്ളിക്കാരൻ പറയുന്നത് ഒരു കാര്യം ഹെവിയാണ്. ഞാൻ കയറിയ ശേഷം അവസാനം കയറാന്നാട്ടോ പറയുന്നത്. ഒരു വലിയൊരു കുന്നുപോലെ തോന്നിക്കുന്ന ഒരു സംഭവമാണ് കേട്ടോ. പക്ഷേ വലിയ പ്രയാസമൊന്നും തോന്നിയില്ല. ഈ സ്റ്റെപ്പ് കണക്കിന് ഈ പാറകൾ ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് നമുക്കങ്ങനെ ചവിട്ടി കയറി പോകാൻ പറ്റും. പിന്നെ പ്രായം ചെന്ന ആൾക്കാർക്ക് ഇച്ചിരി ബുദ്ധിമുട്ട് ആയിരിക്കും. എങ്കിലും വരാൻ താല്പര്യമുള്ളവർ അവരെ നിരുത്സാഹപ്പെടുത്തണ്ട, അവർ വരട്ടെ, വന്ന് കാണട്ടെ. നഷ്ടമായേനെ.
എൻ്റെ കുട്ടിപ്പട്ടാളങ്ങൾ മുന്നെയാണ് പോകുന്നത്, ഞാൻ പിന്നാലെയാണ് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഈ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ അകത്ത് കയറിയെന്ന് അത് ആകെ ചളവാണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ അത് മാത്രമല്ല, ലക്ഷ്മിയുടെ കയ്യിൽ അവൾ ഈ പാട്ട് കേട്ട് പോകുന്നുണ്ട്, അത് ചിലപ്പോൾ കോപ്പിറൈറ്റ് ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. ഈ ട്രക്കിംഗ് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വരാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ വാഴ്വാൻതോട് എന്ന് പറയുന്ന സ്ഥലം. വളരെ പ്രായം ചെന്ന ആൾക്കാർക്ക് വരാൻ ഇച്ചിരി പ്രയാസമായിരിക്കും. ഒരു 50 വയസ്സ് കഴിഞ്ഞ് കയറി വരെ ഭയങ്കര പ്രയാസമായി. കാരണം നമ്മൾ തന്നെ പട്ടി ഇറങ്ങിയത് ഇങ്ങനെ ഇറക്കുന്നുണ്ട്. അത് മാത്രമേ വലിയ ഇത്രയുള്ള കാലും എന്താ കുക്കത്തിലുള്ള പാറയൊക്കെയാണ്. അപ്പോൾ നമ്മൾ തന്നെ അള്ളി പിടിച്ച് കയറി വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ടാസ്ക്കാണ്. പാറ ഒരു സൈഡിൽ പാറ, ഒരു സൈഡിൽ കുഞ്ഞൊരു ചെറിയൊരു വഴി, ഇപ്പുറ സൈഡ് ഒന്ന് കാണിച്ച് അപ്പുറ സൈഡിലോട്ട് ഇതുപോലൊരു നല്ലൊരു കുഴിയാണ്. കുഴി മാത്രമാണെങ്കിൽ കുഴപ്പമില്ല, പാറയും മുള്ളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് റിസ്ക് എടുക്കാൻ നിൽക്കണ്ട. നിങ്ങൾ പിള്ളേർ ഒക്കെ ഒന്ന് വരുവാണെങ്കിൽ പൊളിയായിരിക്കും. ഇങ്ങനെ നിൽക്കുമ്പോൾ പക്ഷെ വേണ്ട, ചെത്തതായിട്ട് ഒടിഞ്ഞു വീഴും. പാമ്പ് മരം, മഞ്ഞപ്പാമ്പ് മരം. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ, 2.5 കിലോമീറ്റർ നടക്കാറുണ്ട് കേട്ടോ. 2.5 കിലോമീറ്റർ 2 കിലോമീറ്റർ 200 മീറ്റർ. 2 കിലോമീറ്റർ 200 മീറ്റർ. പക്ഷേ പൊളിയാണ്, സൂപ്പറാണ് കേട്ടോ. 2.25 കിലോമീറ്റർ. തിരുവനന്തപുരത്ത് നിന്ന് ഒരു 45 കിലോമീറ്റർ ടോട്ടൽ ദൂരം. നമ്മുടെ പൊന്മുടി റൂട്ട് വന്നിട്ട് ബോണക്കാട് റൈറ്റ് തിരിഞ്ഞ് കയറി വന്നു കഴിഞ്ഞാൽ സ്ട്രേറ്റ് വന്ന് നിൽക്കുന്നത് ഇവിടെയാണ്. ലെഫ്റ്റ് റൈറ്റ് പിടിക്കുന്നത് നേരെ വന്നത് വന്നിരിക്കുന്നത് കാണിത്തടം ചെക്ക് പോസ്റ്റിന്റെ ഫ്രണ്ടിലായിരിക്കും. അവിടെ നമ്മൾ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് പ്ലാസ്റ്റിക് മറ്റു സംഭവങ്ങളൊന്നും ഇവിടെ കൊണ്ട് വെച്ച് നശിപ്പിക്കരുത് വേവ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ കൊണ്ടുവന്നോ ഉപയോഗിക്കാൻ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് തിരിച്ചതുപോലെ കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വം നമുക്കെല്ലാം ഉണ്ട്. അപ്പം അതുപോലെ അതെ അതുപോലെ തന്നെ ഇപ്പോൾ കോവിഡ് ആയതുകൊണ്ട് കാട്ടിനാവും ഇത് ശുദ്ധമായ വായു ശ്വസിക്കാൻ വേണ്ടിയിട്ടാണ് മാസ്ക് മാറ്റുന്നത്. വേറെ ഇഷ്യൂസ് ഒന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ ചെക്കിങ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങളെല്ലാം കഴിഞ്ഞിട്ടാണ് ഇവിടെ വന്നത്. പിന്നെ ഒരു കാര്യം എക്സൈറ്റഡ് എടുത്ത് പറയാനുള്ളത്, ഇവിടുത്തെ ഫോറസ്റ്റ് ഗാർഡ് എല്ലാവരും നല്ല പെരുമാറ്റമാണ്. അത് പറയാതിരിക്കാൻ വയ്യ, നല്ല പെരുമാറ്റമാണ്. അവിടെ എന്താ ഈ ഹോളിഡേയ്സിൽ ഭയങ്കര തിരക്കുള്ള സ്ഥലമാണ്. ഇത് വർക്കിംഗ് ഡേ ആയതുകൊണ്ടാണ് അധികം തിരക്ക് ഇല്ലാത്തത്. അപ്പോൾ ഹോളിഡേയ്സിൽ നിങ്ങൾക്ക് വരാം, അല്ലാത്തപ്പോഴും നിങ്ങൾക്ക് വരാം. അപ്പം ബയോ ഇല്ല. ആക്ച്വലി ആൾക്ക് ഇങ്ങനെ നോർമൽ ടോക്കാണ് ഇഷ്ടം. ചുമ്മാ ഇങ്ങനെ ഡാവടിച്ചിട്ടൊന്നും കാര്യമില്ല. മനസ്സിലാവണം, കാണുന്നവർ മനസ്സിലാക്കണം എന്താണ്. ഇംഗ്ലീഷ് മലയാളം ലക്ഷണം പച്ച മലയാളം സംസാരിക്കുക. ചേച്ചി ഒരു ഗോപ്രോടാണ് മേടിക്കണം കേട്ടോ. ഞാൻ സ്വാമിയെ ശരണം മാത്രം വിളിച്ചിട്ടുള്ളേ, പോയിട്ടില്ല. അടുത്ത വിവാദം വലിച്ചെടുക്കരുത്. കാരണം പൊതുവെ കുഞ്ഞിനെ എന്ത് വന്നാലും സ്വാമിയെ ശരണം അയ്യപ്പ എന്ന് പറഞ്ഞ് 8 വയസ്സുള്ളപ്പോൾ ഞാൻ മലകി കയറിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി നാളിൽ വന്നതാണ്, അതിപ്പോഴും പോയിട്ടില്ല. എന്ത് വന്നാലും എവിടെ പോയാലും സ്വാമി അയ്യപ്പ സ്വാമി ശരണം പറഞ്ഞു അതങ്ങ് ശീലായിപ്പോയി. നമ്മുടെ കുട്ടിപ്പട്ടികളെല്ലാം താർന്നതോ പാറപ്പുറത്ത് ഇരുന്നിട്ട് എന്നെ കണ്ടപ്പോ ക്യാമറ കണ്ടപ്പോ എഴുന്നേറ്റ് ഓടുന്നു. കണ്ടോ? നിങ്ങൾ വിചാരിക്കുന്ന എന്ത് ദുരന്തോ അല്ലേ? എന്തും എവിടെ നോക്കിയാലും അള്ളി പിടിച്ച് കയറുന്നു. സീരിയസ്ലി വർക്കിന്റെ പ്രഷർ, വീട്ടിലെ പ്രഷർ, ഒന്നാമത്തെ കാര്യം കല്യാണ കാര്യം പ്രഷർ. അപ്പൊ ഈ പ്രഷർ എല്ലാം കളഞ്ഞ് ഒന്ന് സ്വസ്ഥമായിട്ട് സത്യമായിട്ട് എന്നെ അമ്മച്ചിയാണ് ഒന്ന് ആസ്വദിക്കണമെങ്കിൽ പിള്ളേരുടെ കൂടെ വന്നാലേ നമുക്കൊന്ന് സെറ്റ് ആവാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അവിടെ നിന്ന് ഗാർഡ് വിളിച്ച് പറയുന്നുണ്ട് ഒരുമിച്ച് സെറ്റായിട്ട് വരണം. അപ്പോൾ മീൻസ് ഇവിടെ ആന പിന്നെ നമ്മുടെ കരടി, ആനയും കരടി ഇറങ്ങുന്ന ഒരു ഏരിയ ആയതുകൊണ്ടാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് സെറ്റായിട്ട് ഒരുമിച്ച് പോകണമെന്ന്. അപ്പോൾ പുള്ളിക്കാർ പറയുന്നത് നമ്മൾ അനുസരിക്കേണ്ടതുണ്ട്. അപ്പോൾ അനുസരിക്കുക.
ഓപ്പി സാധനം ഓപ്പി. ഒരു വലിയ ഒരു മരം തോടെ കടപുഴ ഇങ്ങനെ കിടപ്പുണ്ട് കേട്ടോ. ഇനി ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി ഉണ്ട് കേട്ടോ. ഇതൊരു കാര്യം പോണം. ഒരു വലിയൊരു ഗുഹയല്ല, ഈ ഒരു പാറ മറിഞ്ഞ് വീണിട്ട് ഒരു ഇങ്ങനെ സംഭവം കിടപ്പുണ്ട്. ഒരു വലിയൊരു പാറയാണ്. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഇടിവെട്ടുന്ന സമയത്തോ മഴ പെയ്യുന്ന സമയത്തോ ഒക്കെ വേണമെങ്കിൽ ഇതിൻ്റെ അകത്തോട്ട് കയറി നിൽക്കാം. മുതിയൻ കെട്ട് അപ്പ് വെള്ളച്ചാട്ടം. പിള്ളേരെ എന്നെ ട്രോളൊന്നുണ്ട് കേട്ടോ. എന്ത് ചെയ്യാൻ, അനിയന്മാരും അനിയത്തിമാരും ആയിപ്പോയില്ലേ, എടുത്ത് തോട്ടി എടുത്തറിയാൻ പറ്റൂലല്ലോ. നമ്മുടെ ഗാഡി ആയിട്ട് പിന്നിൽ പോകണം കേട്ടോ. മരോട്ടി. ഇവിടെ നിന്ന് ഫോണ് മീൻസ് ക്യാമറ ഓഫ് ചെയ്യാൻ തോന്നുന്നില്ല. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഇനി ഉണ്ടെന്നാണ് പറഞ്ഞു കേട്ടോ. അതായത് നമ്മളിപ്പോൾ 1 കിലോമീറ്റർ 200 മീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞു. ഇനി 1 കിലോമീറ്ററും കൂടി ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ഞാനങ്ങനെ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്ന ചലയ്ക്കുന്ന ഒരാളല്ല. പിന്നെ വ്ളോഗ് ചെയ്യണം, സക്സസ് ആക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉള്ളതുകൊണ്ട് ചെയ്യുന്നതാണ്. ശരിക്കും ഈ കൊറോണ ഇഷ്യൂ വന്നപ്പോൾ എല്ലാവർക്കും പണി കിട്ടി. പല ആൾക്കാരുടെയും ജോലി പോയി. ഫീൽഡിലാണെങ്കിൽ അതുപോലെ തന്നെ എല്ലാത്തിനും പണി കിട്ടി. പിന്നെ ഉള്ള ആകെ ഒരു മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 3-4 വർഷം മുൻപ് ഞാൻ തുടങ്ങിയ ഒരു കുഞ്ഞു വ്ളോഗായിരുന്നു ഇത്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ ഇട്ടുകൊണ്ടിരുന്നു. പിന്നെ അത് ബ്രേക്കായി. പിന്നെ സമയം കിട്ടുമ്പോൾ വീണ്ടും അങ്ങനെയൊക്കെ ആയിരുന്നു. ഇനിയിപ്പം പേടിക്കണ്ട, ഫുള്ളും ഇനിയിപ്പം ഇതിൻ്റെ അകത്തായിരിക്കും. പറയത്തൊക്കെ വലിയ സംഭവമൊന്നുമല്ല. പിന്നെ ജീവിക്കണമല്ലോ, സ്വന്തം കാലിൽ നിൽക്കുക എന്ന് ആഗ്രഹിക്കാത്തവരായിട്ട് ആരുമില്ല. അത് ആൺകുട്ടിയായാലും ശരി പെൺകുട്ടിയായാലും ശരി. ആൺകുട്ടികൾ സ്വന്തം കാലിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ അത് വിലയുണ്ടാവില്ല. അതൊരു പെൺകുട്ടിയുടെ മുമ്പിലാണെങ്കിലും ശരി ഫാമിലിക്കകത്താണെങ്കിലും ശരി. അതുപോലെ തന്നെയാണ് ഒരു പ്രായം ചെന്ന പെൺകുട്ടികൾ ഒരു ജോലി ഇല്ലാണ്ട് നിൽക്കുന്ന രീതിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ വീട്ടുകാരും നമുക്ക് അത്രയ്ക്കുള്ള വില തരുള്ളൂ. സോ നിങ്ങൾ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നല്ല ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുക. ചിലപ്പോൾ തട്ടി താഴെയിടും, വീണ്ടും പിടിച്ച് കയറാൻ ശ്രമിക്കുക, വീണ്ടും ചവിട്ടി താഴെയിടും. ചിലപ്പോൾ നമ്മുടെ തോളി ചവിട്ടി കയറി നിന്ന് മുകളിൽ പോയിട്ട് അവിടെ നിന്ന് കാർക്കിച്ച് തുപ്പുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്ക് അത്തരത്തിൽ ഒരുപാട് പണി കിട്ടിയ ഒരാളാണ് ഞാൻ. അവിടെ ആണ് പെണ്ണെന്നൊന്നും വ്യത്യാസമൊന്നുമില്ല. കഴിവുള്ളവനെ യൂസ് ചെയ്യാൻ ആൾക്കാരുണ്ട്. മറ്റൊരു കാര്യം, കഴിവുണ്ടെങ്കിൽ അവൻ കയറി പോവുകയും ചെയ്യും. സോ പേടിക്കേണ്ട, യാതൊരു ആവശ്യമില്ല, നിരാശപ്പെടുകയും വേണ്ട. ഈ പിള്ളേരുടെ നമ്മുടെ ഗാർഡ് മുകളിലെത്തി. എൻ്റെ അമ്മേ, വിചാരിച്ചതുപോലെയല്ല, ഹെവിയാണ്. സ്ഥിരമായിട്ട് കയറാത്ത ആൾക്കാരായതുകൊണ്ട് ചിലപ്പോൾ ഇതച്ച സ്പീഡിൽ വന്ന് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തലയിറങ്ങി വീഴാൻ ചാൻസ് ഉണ്ട്. ഒരു ഗുഹ പോലെ ഒരു സംഭവമുണ്ട് കേട്ടോ. ഇത് രണ്ടാമത്തെ സംഭവമാണ്. ഗുഹയല്ല, ശരിക്കും ഗുഹ എന്ന് പറയുന്നത് 4 സൈഡും നമ്മൾ ഗുഹ ഒരുപാട് പോയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വലിയൊരു പാറ വന്ന് ചരിഞ്ഞ് കിടന്നിട്ടുള്ളൊരു സംഭവമാണ്. ഗുഹയല്ല, ഗുഹയെന്ന് പറയാൻ പറ്റത്തില്ല. ഒരു ചെറിയൊരു ഇതുപോലെ കിടപ്പുണ്ട്. കണ്ടു കഴിഞ്ഞാൽ ഗുഹ പോലെ തോന്നും, പക്ഷെ ഗുഹയല്ല. എനിക്കൊന്ന് മഴക്കാലത്ത് ഇതുവഴിയൊക്കെ വെള്ളം നല്ല ഫോഴ്സിൽ ഉണ്ടെന്ന് തോന്നുന്നു. ആ പാറ ഒരു ഒറ്റ വലിയ പാറ കേട്ടോ. ആ പാറ ഇങ്ങനെ കിടപ്പുണ്ട്. കാരണം ക്യാമറയിൽ എടുക്കാൻ പറ്റത്തില്ല. കണ്ടോ, ഹെവിയാണ്. അതിനകത്ത് പാമ്പൊക്കെ ഉണ്ടാവും, നല്ല ഉഗ്രൻ സാധനങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് കൂടുതലൂടെ കളിക്കാതിരിക്കുന്നതായിരിക്കും ബുദ്ധി എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മൾ മാത്രം പോരല്ലോ, നമ്മുടെ കൂടെയുള്ള ആളുടെ സേഫ്റ്റി നമ്മൾ നോക്കണ്ടേ. പിന്നെ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചെറിയൊരു കുഞ്ഞു പാമ്പിനെ കണ്ടു. പുള്ളിക്കാരൻ്റെ കയ്യിൽ വടിയുണ്ട്. അതിനെ
വളരെ കൂളായിട്ട് പുള്ളി അതിനെടുത്ത് ഒരു ഒറ്റൊരു കിണ്ടി ഒരു ഒറ്റൊരു ഏറെ കേട്ടോ അതിനെടുത്ത് നൈസിന് അത് അപ്പുറത്ത് വീണ് അതങ്ങ് എഴഞ്ഞങ്ങ് പോയി. അതുകൊണ്ടാണ് പുള്ളി പറയുന്നത് ഒരുമിച്ച് നടക്കണം എന്നൊക്കെ. പെട്ടെന്ന് വാ. ഞാൻ വൈകിട്ടാണ് എടുക്കുന്നത്, കാരണം വീഡിയോ എടുത്ത് ഞങ്ങളെല്ലാവരും ചത്ത കേട്ടോ, ഒരു പരുവായി. ഇതൊക്കെ ഒരു വലിയൊരു ഹെവി പാറ കേട്ടോ, കഴുക്കൂടെ വെള്ളം വന്നിട്ട് ഈ സ്ഥലത്ത് വന്ന് വീഴുന്നത്. ചെങ്കുറിഞ്ഞി എന്നാണ് എൻ്റെ പേര്. നമ്മളങ്ങനെ വാഴവാൻ തോട് ഒരു സ്ഥലത്ത് നമ്മൾ എത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ എത്തിയിരിക്കുകയാണ് വാഴവാൻ തോട് വെള്ളച്ചാട്ടത്തിൽ. കാണാൻ അതിസുന്ദരമാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ഒരു സുന്ദരമായൊരു കാഴ്ച. എനിക്ക് തോന്നുന്നു ഇതിന് 1, 2, 3, 4, 5, 6, 7ഓളം തട്ടായിട്ട് കിടക്കുന്ന ഒരു പാറക്കെട്ടുകളുടെ ഇടയിലൂടെ വരുന്ന ഒരു വെള്ളച്ചാട്ടമാണ്. നമ്മളിവിടെ താഴെ നോക്കുമ്പോൾ ഈ ഒരു ഇത്രയും ഭാഗമാണ് നമ്മൾ കാണുന്നത്. അതിന് മുകളിലായിട്ട് ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ. നോക്കിയേ എന്ത് സുന്ദരമാണ്, നോക്കിയേ സൂപ്പർ സ്ഥലമല്ലേ. ഞാൻ സൂം ചെയ്ത് കാണിച്ചിരാവേ, പറ്റുമെന്നറിയില്ല. ഇതിന് മുകളിലായിട്ട് ഒരു വെള്ളച്ചാട്ടം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അത് വന്ന് വീഴുന്ന ഫസ്റ്റ് ഒരു ലെയറാണ് 1, 2, പിന്നെ അത് കഴിഞ്ഞ് 3, 4, 5, 6, 7 7 തട്ടായിട്ടാണ് കിടക്കുന്നത്. ഇതിന് താഴെയായിട്ട് ഒരു തട്ട് കൂടി ഉണ്ട് കേട്ടോ. കണ്ടോ, സൂപ്പർ സ്ഥലമാണ്. അപ്പോൾ നിങ്ങളാരും മിസ് ചെയ്യരുത്. ഫാമിലി ആയിട്ടൊക്കെ വരാം, എല്ലാവർക്കും വരാം. വന്ന് കണ്ട് ആസ്വദിച്ച് വെള്ളത്തിൽ കിടന്ന് തലകുത്തി മറിഞ്ഞിട്ടൊക്കെ വീട്ടിലേക്ക് പോവാം. അപ്പോൾ മറക്കണ്ട, വാഴവാൻ തോട് വാട്ടർഫോൾസ്. അപ്പോൾ ഇവിടെ ട്രിവാൻഡ്രത്തുനിന്ന് ടോട്ടൽ ഒരു 64 കിലോമീറ്റർ ഉണ്ടാവും. ഞാൻ നെടുമങ്ങാടിന് അടുത്തായിട്ടാണ് താമസിക്കുന്നത്, അതുകൊണ്ടാണ് എനിക്കൊരു 40-45 കിലോമീറ്ററിനകത്ത് എനിക്ക് ദൂരമുള്ളൂ. അപ്പോൾ വിതുര നിന്നിട്ട് അവിടെ നിന്ന് ഒരു 14 കിലോമീറ്റർ നേരെ വച്ച് പിടിച്ച് കഴിഞ്ഞാൽ നേരെ വന്ന് നിൽക്കുന്നത് പിന്നെ ഇവിടെ ആയിരിക്കും, നമ്മുടെ ചെക്ക് പോസ്റ്റിന് മുന്നിലായിരിക്കും നിൽക്കുക. അവിടെ 1500 ടിക്കറ്റ് എടുക്കുക, നേരെ ഇവിടെ വരിക, കുളിക്കുക, ആസ്വദിക്കുക, കാണുക, വീട്ടിലേക്ക് പോവുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ അല്ലേ? പിന്നെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാത്രം പോരാ, ലൈക്കും ഷെയറും കമൻറ്റും എന്തായാലും ഇടണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ടാറ്റാ.